തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ പരസ്പര ആശയവിനിമയ മാർഗത്തിൽ ഇന്ന് അത്ഭുതകരമായ പുരോഗതി നാം കൈവരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിയോടും അഭിമുഖം കണ്ടുകൊണ്ട് നേരിട്ട് സംഭാഷണം നടത്തുവാനുള്ള സൗകര്യം സാധ്യമായിരിക്കുന്നു. കമ്പ്യൂട്ടർ സംവിധാനമുള്ള കുടുംബങ്ങളിൽ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദിവസേന ഈ വിധത്തിൽ മധുര സംഭാഷണം നടക്കുന്നു. എന്നാൽ ടെലിഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ടെലിഗ്രാഫിക് സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഈ മാർഗത്തിൽ സന്ദേശം അയക്കുന്നതിന് അന്ന് സാധിച്ചിരുന്നു. ഇലക്ട്രിക് തരംഗങ്ങളിൽ കൂടി കുത്തുകളും വരകളും സംക്രമിപ്പിക്കുകയും അത് ലഭിക്കുന്ന സ്ഥലത്ത് അവ വാക്കുകളായി കോഡ് ചെയ്യുകയുമാണ് ഈ സംവേദനത്തിൻ്റെ സംവിധാനം. സാമുവൽ മോഴ്സ് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചു. ചിത്രകാരനായി, അരങ്ങേറ്റം കുറിച്ചു. ശാസ്ത്രജ്ഞൻ്റെ അങ്കി അണിയുകയായിരുന്നു. 1872 81-ാം വയസ്സിലാണ് മരണം. 1832-35 കാലയളവിൽ ഇലക്ട്രിക് ടെലിഗ്രാഫ് വികസിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹം അത്യധ്വാനം ചെയ്തു. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിന് മോഴ്സ് കോഡ് എന്ന് പേര് നൽകി. ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ബാൾട്ടിമോറിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് ആയിരുന്നു. 1844 അദ്ദേഹം ആദ്യം അയച്ച സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. വാട്ട് ഹാത്ത് ഗോഡ് റോട്ട്? ദൈവം സാധ്യമാക്കിയത്. എത്ര അർത്ഥപൂർണമായ പ്രസ്താവന! സ്വന്തം നേട്ടമെന്നോ വിജയമെന്നോ ചിന്തിക്കാതെ ദൈവം സാധ്യമാക്കിയത് എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയബോധവും അഗാധമായിരുന്നു. ഒരിക്കൽ മോഴ്സിനോട് ഒരാൾ ചോദിച്ചു, സർ, താങ്കളുടെ പരീക്ഷണ സംരംഭങ്ങളിൽ എപ്പോഴെങ്കിലും ഇനിയും അടുത്ത പടി എങ്ങനെ എന്ന സന്നിഗ്ധതയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പല സന്ദർഭങ്ങളിൽ അപ്രകാരം സന്നിഗ്ധതയിൽ എത്തിയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചത്? എങ്ങനെ ആ പ്രതിസന്ധി തരണം ചെയ്തു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോടായിട്ട് ചോദിച്ചു. വളരെ വിനയഭാവത്തോടും തുറന്ന മനസ്സോടും ഉത്തരം നൽകി. സത്യസന്ധമായി വേണമല്ലോ ഞാൻ പറയേണ്ടത്. പൊതുജനങ്ങൾക്ക് തികച്ചും അജ്ഞാതമായ കാര്യമാണത്. എൻ്റെ മുന്നോട്ടുള്ള വഴി അടഞ്ഞതായി ഞാൻ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ബോധ്യമില്ലാതെ വന്നപ്പോൾ ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പ്രകാശവും ആലോചനയും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ വെളിച്ചവും ആലോചനയും ലഭിച്ചോ എന്നായിരുന്നു അടുത്ത ചോദ്യം. അദ്ദേഹം ലഭിച്ചിരുന്നു എന്ന് വ്യക്തമായ മറുപടി നൽകി. എൻ്റെ നാമം വഹിക്കുന്ന ഈ കണ്ടുപിടുത്തം നടത്തിയതിൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെയും അഭിനന്ദന പ്രവാഹം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ രീതികളിൽ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനോ വിജ്ഞാനിയോ ആയതുകൊണ്ടല്ല, മനുഷ്യർക്ക് പ്രയോജനപ്രദമായി കാര്യം ദൈവം ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു. വിനയത്തിൻ്റെ ഈ വിശിഷ്ട പ്രസ്താവന ധന്യാത്മാക്കളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശാസ്ത്രജ്ഞരായ ഐൻസ്റ്റൈനും എഡിസണും ഇപ്രകാരം വിനയത്തിൻ്റെ ഭാവം വെളിപ്പെടുത്തിയിട്ടുള്ളവരാണ്. മോഴ്സ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയിൽ കൂടി ഏതു പ്രശ്നത്തിനും ഉത്തരം കണ്ടെത്താമെന്ന ദൃഢമായ ബോധ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സകല സത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിധാതാവും പരിപാലകനും അവിടുന്നാണ്. അവിടുത്തോടുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ ഉദ്ബുദ്ധനാകുന്നതും സത്യങ്ങളെ കണ്ടെത്തുന്നതും.
ദൈവത്തിൻ്റെ പദ്ധതികളാണ് നമ്മിൽ കൂടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമുക്ക് കാതോർക്കാം. ദൈവത്തിനു വേണ്ടി നന്മ ചെയ്ത് ജീവിക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.